ഞാനും അത്ര നല്ലവനൊന്നുമല്ല. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട്. ആ സീൻ എത്രമാത്രം സുഖകരമായിരിക്കും നമുക്കൊന്ന് കാണാം. വരൂ. ആര്യ സാറും പിന്നെ വേദാന്ത് മേനോനും ഒരേ ഫ്രെയിമിൽ. വരൂ. അനു എന്നോടൊരു പ്രൊജക്ടിനെ പറ്റി സംസാരിക്കാൻ വന്നിരുന്നു. പക്ഷെ ഞാനത് എന്താന്ന് ചോദിച്ചില്ല. ബിക്കോസ് എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. ആര്യവർദ്ധൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വേദാന്ത് വെഞ്ചേഴ്സുമായിട്ട് കൈകോർക്കുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതൊരു നോട്ടബിൾ പ്രൊജക്റ്റ് ആയിരിക്കും. ആര്യവർദ്ധൻ എല്ലാവരുടെയും മുന്നിലും ഒരു ശത്രുവായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നത് അത്ര വേഗം നടക്കില്ല. തീർച്ചയായിട്ടും സാർ, ഇനി നമ്മൾ ഒരുമിച്ചായിരിക്കും. നിങ്ങളുടെ വേഗതയും ആത്മവിശ്വാസവും കാണുമ്പോൾ നിങ്ങളിൽ എന്നെ തന്നെയാണ് ഞാൻ കാണുന്നത്. എനിക്കൊരു സ്മോൾ റിക്വസ്റ്റ് ഉണ്ട്. ദയവേത് നിങ്ങൾ എന്നൊന്നും വിളിക്കരുത്, അതെനിക്ക് കുറച്ച് ചമ്മലാണ്. യൂഷ്വലി ബിസിനസ്സിൽ സാധാരണയായിട്ട് ഏകാഗ്രതയും ടൈം സെൻസും ഇമ്പോർട്ടൻ്റ്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മനഃശുദ്ധിയാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ മാത്രമേ ഗട്ട് ഫീലിംഗ് നമുക്ക് വർക്കാവുള്ളൂ. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശുദ്ധമാണെന്ന് എനിക്ക് അറിയുന്ന കാര്യമാണ്. പറയൂ സർ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഐ എം ഇംപ്രസ്ഡ് വേദാന്ത്. ഐ എം ഇംപ്രസ്ഡ്. താങ്ക് യു. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക്സ് എന്നോടല്ല പറയണ്ടേ. ഞാൻ ഇന്നിങ്ങോട്ട് വരാൻ കാരണക്കാരായ ആളുകൾക്കാ താങ്ക്സ് പറയേണ്ടത്. എന്നെ വിളിച്ച ആ വ്യക്തിയോട് ഞാൻ താങ്ക്സ് പറയുന്നു. യങ് ബിസിനസ് ഐക്കൺ മിസ്റ്റർ വേദാന്തിന്റെ വിലപ്പെട്ട സമയമൊന്നും ഞാൻ പാഴാക്കുന്നില്ല. ലെറ്റ്സ് ടോക്ക് ബിസിനസ് നൗ. അമ്മാ, ആ, ആ, ആ. എന്റെ അമ്മേ, കുടുംബത്തിലുള്ള ഈ പ്രാരാബ്ദം എല്ലാം പോരാഞ്ഞ് ദൈവം പെണ്ണുങ്ങൾക്ക് നടുവേദനയും കൂടെ കൊടുത്തേക്കുവാണല്ലോ. അതെ അതെ, ആ ദൈവത്തിന് ഇതല്ലാതെ അമ്പലത്തിൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്ന് വെച്ചാൽ രാവിലെ മുതൽ നോക്കിയിരിക്കുമല്ലേ ആർക്കാണ് പുറം വേദന കൊടുക്കേണ്ടതെന്ന്. ഉപ്പ് തിന്നവരെന്തായാലും വെള്ളം കുടിച്ചിരിക്കും. മാനത്തോട്ട് നോക്കി നടന്ന് ചെളി ചവിട്ടി താഴെ വീണ് കഴിഞ്ഞാ ആവി പിടിക്കാതെ വേറെ മാർഗമൊന്നുമില്ല. കണ്ടോടി, നിന്റെ ചേട്ടൻ കിടന്ന് അഹങ്കരിക്കുന്ന കണ്ടോ? ചേട്ടാ, നിങ്ങൾക്കൊന്നും വെറുതെ ഇരിക്കാൻ പറ്റില്ലേ? അവളാണെങ്കിൽ മുതുക വേദന കൊണ്ട് പൊളഞ്ഞിരിക്കുമ്പോഴാ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടോണ്ടിരിക്കുന്നത്. എന്താ 24 മണിക്കൂറും കൊറോണ വാരിയേഴ്സിന്റെ കൂടെ ഓടി നടക്കല് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓട്ടം തന്നെ ഓട്ടം, അല്ലാതെ പിന്നെന്താ? അല്ല, ആ കാലിപ്പേഴ്സും കൊണ്ട് പോയതിന്റെ പുറകെ ഓടി വീണ് മുതുക് ഓടിച്ചോണ്ട് വന്നിരിക്കുക. ആ കള്ളനെങ്ങാനും ഞാനായിരുന്നെങ്കിൽ ഞാൻ പോലീസ് കൊണ്ട് പരാതി കൊടുത്തേനെ, ടൈം വേസ്റ്റ് ആക്കിന്നും പറഞ്ഞ്. ആ, കൊണ്ടുവന്ന് വീട്ടിൽ നിറച്ചു വെച്ചേക്കുമല്ലേ ബാഗിൽ വെച്ചോണ്ട് പോവാനായിട്ട്. ആ ബാഗെങ്കിലും കിട്ടിയില്ലോന്ന് ഓർത്ത് സന്തോഷിക്കാൻ നോക്ക്. പൂർണ്ണേ, ഇവളൊരിക്കൽ മാല വിഷയത്തിൽ ലോക്കപ്പിൽ പോയെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് മുതൽ കുറച്ച് ധൈര്യം കിട്ടിയിട്ടുണ്ട്. ചേച്ചി,
അനു എന്താ ഇത്ര ധൃതിപ്പെട്ട് ഓഫീസിലേക്ക് പോയേ? നേരെ വീട്ടിലേക്ക് വരായിരുന്നില്ലേ? നാളെയാണെങ്കിലോ ഗൗരി പൂജയല്ലേ? അവൾ എത്ര പ്രാഗ്യോ എന്തോ. അയ്യോ, അത് മാത്രമല്ല ഈ വേദനയും വേറെ. അയ്യോ, ലേറ്റായെന്നും പറഞ്ഞവൾ ഓടിയാ പോയത്. ആര്യ സാറിന് വേറെ ഏതോ വലിയ സാറുമായിട്ട് മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്. അതാ അവക്ക് സമയം കിട്ടാത്തത്. വലിയ സാറോ? ആരാ ചേച്ചിയത്? അതെന്തോ വായിക്കൊള്ളാത്തൊരു പേരാ മോളെ. മഹാമുനി വല്ലതുമാണോ? അല്ല, എന്തോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു. പൂർണ്ണേ, ആ ഇവിടെ നടുവിനല്ല കുഴപ്പം, തലയ്ക്കാ. ഓ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അനു പറഞ്ഞ പേരെനിക്ക് മനസ്സിലാവാത്തോണ്ടാ. വിശ്വാമിത്രനാണോ? അത്രി മഹർഷിയോ? അതൊരു വലിയ പേരാ, പുരാണത്തിലുള്ളത്. ഓ, ഒന്ന് വിട്ടുകളെ ചേച്ചി. ഒന്ന് പേര് ചോദിച്ചേനാ പുരാണം വേദാന്തം. ആ, അത് തന്നെ വേദാന്ത് മേനോൻ. അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി അനുന്ന് പോയിരിക്കുന്നത്. എന്ത്? വേദാന്ത് മേനോനോ? അല്ലെങ്കിൽ തന്നെ ഓഫീസ് മൊത്തം അവളുടെ തലയിലാണെന്ന അനുവിന്റെ ഇപ്പോഴത്തെ വിചാരം. ഇനിയിപ്പോ ഇവരുടെ കൂടെ എല്ലാം ഓടി നടക്കാൻ തുടങ്ങുമ്പോ നിങ്ങളുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെ. എന്റെ നടുപൊളിക്കെന്ന് പറയുമ്പോ നിങ്ങൾ സന്തോഷിക്കുവാണോ? മകള് നല്ല നിലയിലേക്ക് എത്തുമ്പോ സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഇതൊരു തലതിരിഞ്ഞ മനുഷ്യനാണല്ലോ. പിന്നെ ഞാൻ ഇന്നലെ ഒരു പ്രമീള ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ? അവരുടെ മക്കളെ ഒക്കെ നാളെ ഊണിന് വിളിച്ചിട്ടുണ്ട്. നിങ്ങളും നാളെ നേരത്തെ തന്നെ വരണം. എല്ലാം റെഡിയാക്കാനുള്ളതാ, മനസ്സിലായോ? ഓ, ഒന്ന് പതുക്കെ ചെയ്യ്. അതല്ലേ ചേച്ചി, എന്താ ഇപ്പൊ ഇത്രയ്ക്ക് അത്യാവശ്യം? ഇന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്ക്, അല്ലെ നാളെ ആഘോഷിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അല്ല, അപ്പൊ പിന്നെ സുബ്ബു എന്താ ആലോചിച്ചോണ്ട് നിക്കുന്നത്? അനു ഓഫീസില് ആര്യവർദ്ധൻ സാറ്, വേദാന്ത് മേനോൻ സാറ് ഇവരുടെയൊക്കെ കൂടെ എങ്ങനെ ഇടപഴകുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇത് നമ്മുടെ പ്രോജക്റ്റാണ്. എന്റെ മനസ്സിലുള്ളതെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം വേദാന്തിന്റെ തീരുമാനം. നിങ്ങളുടെ തീരുമാനം എന്തായാലും ഞാനതെല്ലാം ഗൗരവത്തോടെ തന്നെ കാണും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി, നിങ്ങളുടെ ഇടയ്ക്ക് കയറി സംസാരിച്ചതിന് ക്ഷമിക്കണം. ഞാനിങ്ങോട്ട് വരുമ്പോ തന്നെ അതിന് മുൻപ് തന്നെ യെസ് എന്ന് ഡിസൈഡ് ചെയ്തിരുന്നു. ചില ബിസിനസ്സുകൾ നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് ചെയ്യും, പക്ഷെ വേറെ ചിലത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യും. ഈ ഡീൽ എനിക്ക് സന്തോഷത്തിനുള്ളതാ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ട. വർദ്ധൻ ആൻഡ് വേദാന്ത്, വി ആർ ടുഗദർ. Yes, sir. V for victory. ഡെഫിനറ്റ്ലി. സർ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ പ്രൊജക്ട് നാളെ വൈകുന്നേരം ലോഞ്ച് ആയിരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടാവും. സാധാരണയായി ഒരു പ്രത്യേക സമയത്ത് നിങ്ങളുടെ പ്രശസ്തിയുടെ രഹസ്യം എന്താണ്? നിങ്ങളിലുള്ള പ്രധാന ഗുണങ്ങൾ, അസാമാന്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഓരോരുത്തർക്കും ഓരോ ഉത്തരങ്ങളുണ്ടായിരിക്കും. അതിന് കാരണം പ്രശസ്തി ഓരോരുത്തർക്കും വേറെ വേറെയാണ്. എന്നാൽ ചില ഗുണങ്ങൾ മാത്രം ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചു മാത്രമേ ഒരാളെ കണക്കിലെടുക്കൂ. എന്താ അത്? നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ തന്നെ വിനയവും ഉണ്ടായിരിക്കണം. അത് ശരിയാണ്.
സാറ് കറക്റ്റായിട്ടാ പറഞ്ഞേ. അത് രണ്ടും നിങ്ങളിലുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. മിസ്റ്റർ വേദാന്ത്, എന്തുകൊണ്ടാണെന്നറിയില്ല, നിങ്ങളെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ നിങ്ങളോട് എനിക്ക് ആത്മാർത്ഥത കൂടിക്കൊണ്ടിരിക്കുന്നു. ഐ ആം സോറി. സാരമില്ല വേദാന്ത്, എടുത്തോളൂ. നോ നോ, ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പിന്നെ സംസാരിച്ചോളാം. അല്ല, ആ കള്ളച്ചെറുക്കൻ അനുവിനോട് സംസാരിച്ചിട്ട് കോള് കട്ട് ചെയ്തു. അതിനു മുമ്പ് 10 പ്രാവശ്യം എന്തിനാ എന്നെ കോൾ ചെയ്തെന്നുള്ള കാര്യം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താടി പലകപ്പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന പട്ടുസാരി പോലെ ഉണ്ടല്ലോ, മുഖത്താണ് 100 ചുളികളും ഉണ്ടല്ലോ. അത് വേദാന്ത്. നിന്റെ സുഖദുഃഖത്തിനൊക്കെ കാരണം അയാൾ ഒറ്റ ഒരുത്തനാന്ന് എല്ലാവർക്കും അറിയാം. കാര്യം എന്താന്ന് പറ. വേദാന്ത് എന്നെ വിളിച്ചായിരുന്നു മോളെ. പക്ഷെ ഞാൻ അമ്മയുടെ കൂടെ സാരി കടയിലേക്ക് പോകാനുള്ള തിരക്കിനിടയിൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് അകത്ത് കുത്തിയിട്ടു. അതുകൊണ്ട് അതിനെന്താ, പരസ്പരം ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ വിളിക്കാനായി എന്തെങ്കിലും വലിയ റീസൺ ആവശ്യമുണ്ടോ? കയ്യില് ഫോണില്ലേ, അതില് ബാലൻസും ഇല്ലേ, എന്നാ പിന്നെ വിളിച്ചൂടെ? അതിപ്പോ നീ എനിക്ക് പറഞ്ഞു തരണോ? ഞാൻ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു, അത് 2 പ്രാവശ്യം. എന്താ റിസീവ് ചെയ്തില്ലേ? 2 പ്രാവശ്യം അവര് കോള് കട്ട് ചെയ്തെന്ന് വെച്ചാ ഇപ്പൊ അവര് വേറെ എന്തോ അർജന്റ് ജോലിയിലാ ഉള്ളതെന്നല്ല അർത്ഥം. അവന്റെ സ്വഭാവം അങ്ങനെയാ. നമ്മുടെ ഗാന്ധിജി ഒരു കർണത്തടിച്ച മറ്റേ കർണം കാണിച്ചു കൊടുക്കണോന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷെ ആ കവിളത്തൂടെ അടിച്ചാ പിന്നെന്ത് ചെയ്യണോന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ നിന്റെ ബോസ് 2 പ്രാവശ്യം കോള് കട്ട് ചെയ്തെങ്കിൽ കോളിനേക്കാൾ ഇമ്പോർട്ടന്റ് വേറെന്തെങ്കിലും ഉണ്ടെന്ന അർത്ഥം. പക്ഷെ 1 പ്രാവശ്യം കൂടെ വിളിച്ചാ ഈ കോൾ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാവില്ലേ? നീ ഒന്ന് വെറുതെ ഇരിക്കും. വെറുതെ ഇല്ലാത്ത പോളിസി ഒന്നും എടുത്ത് എന്റെ തലയിൽ വെക്കണ്ട. തിരക്കിലാണെങ്കിൽ റിസീവ് ചെയ്യില്ല, ഇല്ലെങ്കിൽ ഫോൺ എടുക്കും. 1 തവണ കൂടി വിളിക്കുന്നതിന് നിനക്ക് എന്താ പ്രശ്നം? അയ്യോ, പണ്ടേ ദുർബലയായിരുന്നു. ഇപ്പോഴാണെ തുരുമ്പ് പിടിച്ച ഇരുമ്പ് പാത്രം പോലെ ഉണ്ട് നിന്റെ മോന്ത കാണാൻ. അവൻ വീണ്ടും കോള് കട്ട് ചെയ്ത പിന്നെന്ത് ചെയ്യാനാ? വീണ്ടും കട്ട് ചെയ്തെന്ന് പറഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. അത് മാത്രമല്ല, ചേട്ടന് നിന്നോട് ദേഷ്യമാണെന്ന് കൂടെ അർത്ഥമുണ്ട്. ഇനി നീ വീണ്ടും ദേഷ്യപ്പെടുന്നോ അതോ ചേട്ടന്റെ ദേഷ്യം കുറയ്ക്കാൻ നോക്കുന്നോ, അതെല്ലാം നിന്റെ ഇഷ്ടം. മൈ നെയിം ഈസ് ബാബി ഡോൾ, ബാബി ഡോൾ, ബാബി ഡോൾ. സാർ അമ്മയാണ്. സാരില്ല. നോ നോ, അമ്മ വിളിക്കുമ്പോൾ ഒരിക്കലും ഫോൺ എടുക്കാതിരിക്കരുത്, അത് തെറ്റാണ്. അതെനിക്കും വിഷമമുണ്ടാക്കും സാർ. പ്ലീസ് റിസീവ് ഇറ്റ്, പ്ലീസ്. താങ്ക് യു. ഹലോ ആര്യ. ആ അമ്മേ. ബുദ്ധിമുട്ടായോ? ഒരു 2 നിമിഷം സംസാരിക്കാമോ? എന്താ അമ്മ ഇങ്ങനെ ചോദിക്കുന്നേ? പറഞ്ഞോളൂ. അപ്പോഴേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മാനസിക്കും ഹർഷനും ആനിവേഴ്സറിക്ക് ആരെയും ക്ഷണിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഇത്തവണ എല്ലാവരെയും ക്ഷണിച്ചാലോ? ശരി അമ്മേ, അമ്മ പറയുന്ന പോലെ തന്നെ. മാനസിയും ഹർഷനും ഏതോ ഒരു പ്ലേസ് കണ്ടുവച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നന്നായിട്ട് തന്നെ ചെയ്യാമല്ലോ അല്ലേ? നിനക്ക് ഓക്കെ അല്ലേ ആര്യ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അമ്മ പറയുന്ന പോലെ തന്നെ. വൈകിട്ട് വരുമ്പോ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കാം. ശരി ആര്യ, ബൈ. ശരി അമ്മേ, സീ യു. അപ്പൊ ശരി സാർ, ഞാൻ ഇറങ്ങിക്കോട്ടെ. ഫൈൻ മിസ്റ്റർ വേദാന്ത്. ഞാനും എന്റെ അമ്മയോട് നീ സന്തോഷ വാർത്ത തീർച്ചയായിട്ടും പറയും. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ പറ്റും. അനു, ഇന്ന് നീ കാരണം ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങാൻ പോവുക.
താങ്ക് യു സർ. കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് വേദാന്ത്. സെയിം ടു യു സർ. കം. ഇന്ന് കുറച്ചധികം ക്ഷീണം തോന്നുന്നുണ്ട്. ഹോ. വേദാന്ത്, നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലേ? എന്റെ മുഖം കണ്ടാൽ തന്നെ അമ്മയ്ക്കത് മനസ്സിലാവുമല്ലോ. ഞാൻ നിന്റെ അമ്മയല്ലേ മോനെ, നീ പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എടുക്കാം. അമ്മേ, ഇവിടെ ഇരുന്നേ. എന്തു പറ്റി നിനക്ക്? അമ്മേ, ഇന്നെന്റെ മുഖത്തെ ക്ഷീണത്തിന്റെ കൂടെ സന്തോഷം കാണുന്നില്ലേ? നിനക്ക് നല്ല ക്ഷീണവും സ്ട്രെയിനും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയായ എനിക്ക് നിന്നെ അതിന്ന് പുറത്തു കൊണ്ടുവരാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ അത് പറയാം, കേക്കൂ. ഞാൻ ഇന്ന് എന്ത് ചെയ്യണമെന്ന് കരുതിയിട്ടാണോ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നാ എന്ത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുവോ, അത് നടന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വേദാന്ത്. അമ്മേ, ഞാൻ ഇന്ന് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷേ ആ സങ്കടത്തിൽ ഒരു നല്ല കാര്യം നടന്നു. വേദാന്ത് മേനോൻ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്യാറ്? എന്നിട്ടും ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തോ സ്പെഷ്യലായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്താ കാര്യം വേദാന്ത്? ഞാൻ ഇന്ന് ആര്യവർദ്ധനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാവ്, റിയലി സൂപ്പർ വേദാന്ത്. ഇത് വേറൊരു നല്ല കാര്യമല്ല, ഇത് ശരിക്കും ആഘോഷിക്കേണ്ട ദിവസമാണ്. ബിസിനസ്സിൽ അവർക്ക് നമ്മളെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് സിദ്ധാർത്ഥ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കൂടുതൽ പഠിക്കാനുമുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാലവുമായി. അതുകൊണ്ടാ ഇന്ന് എനിക്ക് ഇത്രയും സന്തോഷം. നല്ല ക്ഷീണം ഉണ്ടെന്നുള്ളത് സത്യമാണ്, പക്ഷെ ആ ക്ഷീണം എന്നെ ബാധിക്കുന്നില്ല. ഇന്നെനിക്ക് നല്ല സന്തോഷമുണ്ട് അമ്മേ. ആര്യവർദ്ധൻ എന്ന് പറയുമ്പോ ശാരദാദേവിയുടെ മകനല്ലേ? എന്താ ഇത്ര സന്തോഷമുള്ളൊരു കാര്യം? നീ എന്തോ പറയാൻ വന്നാണല്ലോ. ഇന്ന് ഒരു യങ് ബിസിനസ്മാനായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ശരി. പുതിയ തലമുറയിലെ യുവാക്കൾ എത്രയോ ആവേശത്തിലാണ്. അവരുടെ ചിന്തകളിൽ എത്ര കൃത്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ വളരെ സന്തോഷം തോന്നുന്നു അമ്മ. സാധാരണയായി നീ ഓഫീസിലെ മീറ്റിങ്ങിനെ പറ്റി ഒന്നും പറയാറേയില്ല. ആരെങ്കിലും പറ്റി നീ പറയുന്നുണ്ടെങ്കിൽ നീ വളരെ ഇംപ്രസ് ആയിട്ടുണ്ടാവും. ആരാ മോനിയത്? മിസ്റ്റർ വേദാന്ത് മേനോൻ. എന്നേക്കാൾ പ്രായം കുറഞ്ഞവരുടെ ഇടപഴകുമ്പോ അതൊരു സന്തോഷാണമ്മേ. നമ്മൾ കണ്ടു മറന്നുപോകുന്ന ഈ ലോകം, അഥവാ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞുപോയ കാലങ്ങൾ വീണ്ടും ഇപ്പോൾ അവർ മുഖാന്തരം കാണാനൊരു അവസരം കിട്ടുന്നുണ്ട്. അതിന്റെ സന്തോഷം വേറെ തന്നെ അമ്മേ, അല്ലേ? അതായത് പുതിയ തലമുറ എന്തൊക്കെ ചിന്തിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ നമ്മളെക്കാൾ ചെറിയ പ്രായക്കാരല്ലേ? ബിസിനസ് വിഷയത്തിൽ മിസ്റ്റർ വേദാന്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നീ ഇത്രയധികം വിശദീകരണം തരേണ്ട കാര്യമൊന്നുമില്ല. നീ പറഞ്ഞു വരുന്നത് വേദാന്ത് മേനോനെ പറ്റി തന്നെയാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. എന്തിനാ വീണ്ടും വീണ്ടും കൺഫേം ചെയ്യുന്നേ? നിന്റെ മനസ്സില് വേറെ ആരെങ്കിലും ഉണ്ടോ? അമ്മേ, അല്ല, നീ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോ നിന്റെ മനസ്സില് വേറെ ആരെങ്കിലും ഉണ്ടോന്നറിയാൻ ചോദിച്ചതാ. ഇല്ല ഇല്ല അമ്മേ, ഞാൻ മിസ്റ്റർ വേദാന്തിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു.
വേദാന്ത് മേനോൻ. ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ആര്യ. വേദാന്ത് വെഞ്ചേഴ്സ് ഫൗണ്ടർ ആൻഡ് സിഇഒ. മേനോൻ എന്ന് വെച്ചാ മേനോൻ ഫാമിലിയാണോ? അതെ, സുഹാസിനി വസിഷ്ഠന്റെ മകനാണോ? സുഹാസിനി, അതേ സുഹാസിനി തന്നെയല്ലേ ഇത്? അമ്മേ, ഞാൻ അവരെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് അവരെ കാണുന്നത്. ഞാൻ എങ്ങനെയാണോ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരും അങ്ങനെ തന്നെയാണ്. പുതിയ ചിന്തകളെ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതല്ലേ അവരുടെ കമ്പനിയുടെ സക്സസും. അമ്മേ, എന്തു പറ്റി? അമ്മ ഓക്കെ അല്ലേ? അതെ വേദാന്ത്, ഐ എം ഫൈൻ. അല്ലമ്മേ, നിങ്ങൾക്ക് ആര്യവർദ്ധന അറിയുവോ? ഇല്ല വേദാന്ത്, എനിക്ക് ആര്യവർദ്ധനെ അറിയില്ല. അവരുടെ വീട്ടുകാരെ അറിയില്ല. ഒരു പരിചയവും ഇല്ല. അമ്മേ,